എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മുട്ട അവിയൽ. മുട്ട വെച്ച് നമ്മൾ എന്നും തോരനും അത് പൊരിച്ച് കഴിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഈസി മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, 3-4 പച്ചമുളക്. ഇത്രയും മാത്രം മതി. അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്യുക. അതിനു വേണ്ട അരപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങ കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം, 5-6 കൊച്ചുള്ളി. ഇത്രയേ അതിനെടുത്തിട്ടുള്ളൂ. അരയ്ക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ട് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ഈ അരച്ച ജാറുണ്ടല്ലോ, അതൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനാവശ്യത്തിന് വേണ്ട ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി അതിനെ ഒന്ന് തിളയ്ക്കാൻ വിട്ടുകൊടുക്കും. നമ്മുടെ മുട്ട അവിയലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ 2 മുട്ട ഞാൻ പുഴുങ്ങി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2-ആയോ 4-ആയോ കട്ട് ചെയ്യാം. ആ തിള വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത മുട്ട അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഒന്നോടൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. നമ്മുടെ മുട്ട അവിയൽ റെഡി. നല്ല അവിയൽ പരുവത്തിലായിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. മുട്ടയിൽ ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കണം. ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന സിമ്പിൾ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.